ഹലോ ഗൈസ്, സോ നമ്മൾ തോന്നിയിരിക്കുന്ന ഒരു ഹൊറർ സ്കാരി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് കുറച്ചും കൂടി അല്ല, അവിടെ ആര് ഇരിക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് പോകണേ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, നേരെ വീഡിയോയ്ക്ക് പോകാം. നോർമലി ഓക്കെ, നമുക്ക് നോർമലി മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി എന്താ വെച്ചാൽ നോക്കാം. നമ്മുടെ പരസ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. സോ അത് ആരുടെ കൈ? അത് ജനലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അയാൾ അടയ്ക്കാൻ വന്നതാണോ? ഓ, ലൈറ്റ് അടിക്കാൻ നമ്മളെ സഹായിക്കാൻ വന്നതാണോ അയാൾ? എന്നാലും ഇയാൾ എന്തിനാണ് കൊണ്ടത്? ഇത് ആരുടെ കയ്യാവും ചിലപ്പോൾ? എനിക്കിവിടെ നിന്ന് എണീക്കാൻ പറ്റുമോ? എന്തൊക്കെയോ ടക്ക് ടക്കെന്നൊക്കെ സൗണ്ട് കേൾക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അനങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, അനങ്ങാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ കിടക്കേണ്ടതാണ്, ബെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കിടക്കണോ? ഐ കാണ്ട് ഗോ ടു സ്ലീപ്പ്. ലൈറ്റ് ഓൺ ചെയ്യണോ ഇനിയിപ്പോൾ? ലൈറ്റിൻ്റെ മറ്റേ സംഭവം ഔട്ട്ലൈനായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ജനലൊക്കെ തുറന്നു കൊടുക്കാം. നമുക്കത് അടയ്ക്കാം. അടക്കി നൈറ്റ് മെയർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അടച്ചു. ഐ കാൺ സ്ലീപ്പ്. ഐ കീപ്പ് എ ഫേവറേറ്റ് ടോയ്. ഓക്കെ, ഫേവറേറ്റ് ടോയ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ബെഡിക്ക് കിടക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നത് ലൈറ്റിന് ഓഫ് ആണോ? ഇനി അടിയിൽ വല്ല തപ്പുകൊണ്ട് വരുന്നോ? ഈ വെളുപ്പിൽ വല്ലതും തപ്പണോ എന്ന് എനിക്ക് ഡോറ് തുറക്കാനില്ല, ബാക്കിയൊന്നുമില്ല. എന്നാലും സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തോ ഒരു സാധനം യെല്ലോ കളറിൽ കണ്ടു. സോ നമുക്കിനി ലൈറ്റ് ഇനിയിപ്പോൾ അത് ബെഡിലേക്കാണ് അതാക്കണത്. അത് കോയിനാണ്. ഓക്കെ, ഇപ്പോഴും നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് വൈ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആൻഡ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഉറങ്ങാനാണ്. പക്ഷേ നമുക്ക് ഇവിടെ കുറേ ക്ലൂ ഉണ്ടാവും. ഇതിൽ എഴുതിയിരിക്കുന്നത് ജോണി, ഐ ഹാവ് ബീൻ കോൾഡ് ടു വർക്ക് അർജൻറ്റ്ലി. ഐ വിൽ ബി ഹോം ലേറ്റ്. ഡിന്നർ ഈസ് ഇൻ ദ ഫ്രിഡ്ജ്. കിസ് യു മം. സോ എനിക്ക് തോന്നുന്നത് ജോണി മകനാണ്. അപ്പോൾ അർജൻറ്റ്ലി ആയിട്ട് വർക്കിക്ക് പോയി. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതാവും. ഓക്കെ, സോ വേറെ നമുക്ക് ചുറ്റുഭാഗത്ത് ഒന്നും കൂടി നമുക്ക് നോക്കാം. വല്ല ക്ലൂവും വല്ലതും കിട്ടിയാലോ. ഇതേതാ പൂച്ച? അയ്യോ, ഇതേതോടാ പൂച്ച? ഇത് മറ്റേ ഗാർഫിലത്തെ പോലെ ഉണ്ടല്ലോ. ഇതാരടി ഇതൊക്കെ വരയ്ക്കുന്നത്? ഭയങ്കര രസമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അലമാര, പിന്നെ എന്താ റെയിൻബോ, മറ്റേ ഇതാണ് ടോയ്. ഓക്കെ, നമുക്ക് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ടോയ്. ഷീ വിൽ സേവ് യു ഫ്രം എനി നൈറ്റ് മെസ്. സോ നമുക്ക് മറ്റേ പേടി സ്വപ്നം കാണാതിരിക്കാൻ ഈ ടെഡി ബിയറിന് നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കളയാൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ ബെഡിക്ക് കിടക്കാം. യെസ് 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 യെസ്, അവിടെ ടെഡി ഇരിക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ് ടെഡി. ഓക്കെ, സോ നമ്മൾ അയ്യോ, ഇതാരടാ അത്? ആ ജനലിൽ വന്ന് പിടിച്ച അയാളല്ലേ ഇത്? അപ്പോൾ നമ്മൾ എവിടെ ഒന്നും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇതെന്താ റെഡ് സാധനം എന്നൊക്കെ പറഞ്ഞു? ഇതല്ലേ മറ്റേ ചെയറിലിരുന്ന് ഊഞ്ഞാലാടുന്ന സാധനം? അല്ല, പിന്നെ ആടിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ല. ഇതെന്താ അങ്ങോട്ട് നോക്കിയിരിക്കണേ? ഹേയ്, ഈ ഫ്ലാസ്ക് ഞാൻ എടുക്കുക. അവിടെ ഇതെന്തൊക്കെ ശബ്ദം ഉണ്ടാ? ഓ, കണ്ണൊക്കെ അടിക്ക് പോയുടെ. കണ്ടില്ലേ അടിക്ക് പോയിരിക്കണം അല്ലേ? ഇതിനടുത്ത് മുഖത്തേക്ക് ഒഴിക്കാത്തതെന്ന് പറയും. ഞാനൊരു മാന്യനായതുകൊണ്ട് മാത്രമാണ് ഈ ബുക്ക്. ഇതെനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് ഡേ 2 എന്തോ എഴുതിയിട്ടുണ്ട്. ടുഡേ ഐ വാസ് വാക്കിംഗ് ഇൻ ദ വുഡ്സ് ആൻഡ് സംതിങ് വെരി ടെറിബിൾ ഹാപ്പൻ ടു മീ. ഐ വാസ് കളക്ടിങ് ഹെർബ്സ് ഫോർ മൈ മദർ ആൻഡ് സഡൻലി സ്റ്റാർട്ടഡ് ഹിയറിങ് വോയിസസ്. ദേ കോൾഡ് മീ ലൗഡർ ആൻഡ് ലൗഡർ അൺടിൽ ഐ പാസ്ഡ് എവേ. സോ നമുക്ക് വേറെന്താ? ഇതെന്താ ബോൾ പോലെ ഇരിക്കുന്ന സാധനം? ഓ, ഈ ലിക്വിഡ് കുടിക്കണം. ഓക്കെ ഓക്കെ, ലിക്വിഡ് കൊണ്ട് ഒരു പ്രാവശ്യം ഇരുന്ന് പ്രയോജനം ആയി. യെസ്, ആറ്റിക് കീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അത് ഏത് ഡോറിലാണ് ഉപയോഗിക്കാൻ എനിക്കറിയില്ല. ആൻഡ് അതായി കോയിൻ. യെസ്, കം, അത്രേ ഉള്ളൂ. +9 കോയിൻ. ഓക്കെ ഓക്കെ, 9 കോയിൻ. ഇതെന്ത് സാധനം? റാൻഡം സ്പെൽ. ഗെറ്റ് എ റാൻഡം സ്പെൽ ഫോർ ഫ്രീ ആഫ്റ്റർ വാച്ചിങ് ആറ്റ്. അത് വേണ്ട. അങ്ങനെ വേണ്ട. ഇതെന്താ നേരത്തെ ഉണ്ടായിരുന്നാണോ അത്? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഡേ 1. ഡിയർ ഡയറി, മൈ നെയിം ഈസ് സറഹ്. വി ലീവ് വിത്ത് മൈ മദർ മേരി ഇൻ ഫോറസ്റ്റ് വ്യൂ. മൈ മദർ ഈസ് എ വെരി ഗുഡ് ഹീലർ. ഷീ ക്യാൻ ഹെൽപ്പ് എനി വൺ ഇൻ ദ വില്ലേജ്. വെൻ ഐ ഗ്രോ അപ്പ് ഐ ഓൾസോ വാണ്ട് ടു ബി എ ഹീലർ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, ഈ ക്ലൂ ഒക്കെ എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും കിട്ടുമല്ലോ.
കൈ കണ്ടില്ല, ഇങ്ങനെ തന്നെ പിടിച്ച് നിൽക്കണത്. കണ്ണടിക്ക് പോണില്ല. വാട്ട്? പിന്നെ ഇവിടെ വേറൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കാം. ഓ, ആ കീ വെച്ച് നമ്മൾ തുറന്നു. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ സ്ഥലം? എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവണം. എന്തൊക്കെയാ പിക്ചേഴ്സൊക്കെ, ഇതൊക്കെ എന്താ സംഭവം? ഹായ്, കോയിൻ. എന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അതുവരെ ഇത് താഴത്തുവരെ എത്തിച്ചിട്ട് ആ പ്രേതത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കാനാണോ? പ്രേതാണോ അതോ വിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉള്ളിലേക്ക് പോട്ടെ. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. എന്തായാലും നമുക്ക് നോക്കാമല്ലോ, എന്താണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ എനിക്ക് നന്നായിട്ട് ഇവിടെ ഒന്നും ആരും വരുന്നില്ലല്ലോ. ഇപ്പുറത്തൊന്നും ആരുമില്ലല്ലോ. ഓക്കെ, സെറ്റ്. പിന്നെ അടിയിൽ എന്തോ സാധനം ഇരിക്കുന്ന പോലെ. ഇല്ലല്ലേ. ഓക്കെ, ഓൾറൈറ്റ്. ഇവിടെ നമുക്ക് നടന്നാലൊക്കെ താഴേക്ക് നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഇവിടെ നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് തന്നെ. അത് സോ അടിക്ക് പിന്നെ പറയണോ? അതല്ലേ, നല്ല രസമല്ലേ സാധനം. ഹായ്, അടിപൊളി സാധനം. അടിക്ക് നല്ല ലൈറ്റൊക്കെ ആയിട്ട്. പക്ഷേ ഇതൊരു ഹൊറർ ഹൗസാണ്, അത് നമുക്ക് റിമെമ്പർ ചെയ്യണം. ആൻഡ് ഈ വാതിലൊന്നും തുറക്കാൻ നമുക്ക് പറ്റണില്ല. ഓക്കെ, ഇതൊന്നും തല്ലിപ്പൊളിച്ച് വരില്ലല്ലോ അല്ലേ? ഇല്ലേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഓക്കെ, അടിക്ക് അതുവഴി ഇതുവഴിയൊക്കെ ഇറങ്ങി പോവാം നമുക്ക്. ആക്ച്വലി ഇറങ്ങിയാലോ ഒന്ന്. ഇപ്പം അങ്ങോട്ട് പോകണം. വേണ്ട. അവിടെ നല്ല ക്ലോക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ ഗോസ്റ്റ് വിടാന്ന് പറഞ്ഞിട്ടും എന്താ കാര്യം? നല്ല സാധനങ്ങളൊക്കെ. ഇതാരാ ഇത്? ഇങ്ങോട്ട് വന്ന് കാണുമോ? ഇല്ല. നേരെ പോവാം നമുക്ക്. ആൻഡ് നമുക്കിവിടുത്തെ ഫോട്ടോകളൊക്കെ ഒന്നും കൂടി നിരീക്ഷിക്കാം അല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മളെ അറ്റാക്കിങ് വരുന്നത് ഈ വിച്ച് തന്നെയാണെന്ന്. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് നേരത്തെ കോയിൻ കിട്ടിയത്. പിന്നെ ഇനിയിപ്പോൾ ലാമ്പ് നമുക്ക് അടിയിലേക്ക് പോവാം. സോ ഇവിടെ ആ ഒരു വിച്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പോകണമെന്നൊരു സംശയമുണ്ട്. എൻ്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡിക്കാണ്. എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവുക. അതായിരിക്കും എനിക്ക് നല്ലത്, എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ആ ലിക്വിഡ് എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കണം. അത് എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ബട്ട് എന്നാലും നമ്മളൊന്ന് എടുക്കാൻ നോക്കണം. ഒരൊറ്റ ഓട്ടം. എടുക്ക് പെട്ടെന്ന് ഓട് നോക്കാനൊന്നുമില്ല. ബാഗിലിടോ, ഒറ്റ ഓട്ടം ഓടിക്കോ. അയ്യോ, മോളിക്ക് പോ. അത്രേ ഉള്ളൂ. ഓ, സെറ്റ്. ആവൂ, ഇപ്പോഴും ഒരു സമാധാനമായത്. ഇനിയൊന്നും നോക്കണ്ട. എന്തായാലും ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ലല്ല, കുഴപ്പമില്ല. നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ, സോ ഓക്കെ, കുഴപ്പമില്ല. ആൻഡ് ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? യെസ്, ഈ ലിക്വിഡ് ഇനി ഇവിടെ ഒഴിക്കണം. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് ഈ ബുക്ക് എടുക്കാം. താങ്ക് യു. ഐ ഷുഡ് പ്രോബബ്ലി ടേക്ക് ദിസ് ബുക്ക് ടു ദ ലൈബ്രറി ആൻഡ് പുട്ട് ഇറ്റ് ഓൺ എ സ്റ്റാൻഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു ലൈബ്രറി കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാൻഡിൽ വെക്കണമെന്നാണ് ഇതിൽ പറയണത്. സോ നമുക്ക് അടിയിലേക്ക് പോവാം. ചിലപ്പോൾ ഇതിൻ്റെ ആ സ്റ്റാൻഡ് ചിലപ്പോൾ അടിയിലോ ഇരിക്കണ്ടാവുക, നമുക്ക് പറയാൻ പറ്റില്ല. ആ വിച്ചെങ്ങാനും വന്ന് പിടിക്കാതിരുന്നാൽ മതി. യെസ്, അപ്പോൾ നമ്മൾ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഈ വഴി കൂടെ അടിയിലേക്ക് പോവാം. ഓക്കെ, ഒരു സൗണ്ട് കേട്ടോ നിങ്ങൾ? ഓ, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ, എങ്ങാനും അത് വരുന്നതിൻ്റെ വല്ല ശബ്ദമാണെങ്കിലോ നമുക്കിവിടെ കുറച്ച് നേരം നിന്നിട്ട് പോവാം. അതാണ് എനിക്ക് സേഫ് എന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയുള്ളത്? റാൻഡം സ്പെല്ല് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഒന്ന് അരിച്ച് പറക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ കാണണത് തന്നെ പിന്നെ എല്ലാതും. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ക്യാമറയിൽ നിന്നാണ് നമ്മൾ മറ്റേ ചെയറിലിരുന്ന് ആടണ മറ്റേ ഡോളിനെ കണ്ടത്. ഓക്കെ, നമുക്ക് കോയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയെങ്കിലും നമുക്ക് അടിയിലേക്ക് പോവാം. ഓക്കെ, ഇനിയിപ്പോൾ മാറിയിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും തരാം. അവിടെ നമ്മൾ എന്തോ കോയിൻ എന്തോ കിട്ടിയതാണ് അവിടെ നിന്ന്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഇവിടെ വേറൊന്നുമില്ല. പക്ഷെ എന്നാൽ അയ്യോ, എന്താ ഓടിക്കോ, എവിടെയെങ്കിലും കയറി. ഇതേതാ ഡോറ്? ഇതൊക്കെ ആരാ തുറന്നു വെച്ചത്? ആവരിക്കറിഞ്ഞോളൂ. എന്താ? അയ്യോ, ലെഫ്റ്റ് പോട്ടി. അയ്യോ, ചത്തി. അയ്യോ, അത് വരിപ്പോ. വായിലടക്കടാ പൊട്ടാ. കുഞ്ഞിരിക്കും. ഓക്കെ, കുഴപ്പമില്ല.
അയ്യോ എന്തൊക്കെയോ നടക്കണ ശബ്ദമൊക്കെ കേൾക്കണ്ടല്ലോ. അയ്യോ അവിടെ നിന്ന് ഞാൻ ആനിമേഷൻ വന്നെന്ന് ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് നിന്നതും ആനിമേഷൻ തുടങ്ങി. പുള്ളിക്കാരത്തി അവിടെ നിൽക്കേണ്ടത് എനിക്ക് കണ്ടു. പിന്നെ ഞാൻ ആനിമേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരൊറ്റ ഓട്ടത്തിന് ഇങ്ങോട്ട് വന്നു. ഇത് ലിഫ്റ്റാണെങ്കിൽ അങ്ങനെ അത് അടിയിക്ക് ഞാൻ അമർത്തി. ഇനി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ? വേഗം ബട്ടൺ ഓക്കെ അമർത്തി ഇനി വരാം. കുഴപ്പമില്ല അതാ വരുന്നു. തുറക്ക് പെട്ടെന്ന് കുനിഞ്ഞിട്ട് പിന്നെ ഇരിക്കണോണ്ട് കുഴപ്പമില്ല. ഓക്കെ നമുക്കിനിപ്പോൾ അടിയിക്ക് എത്തിയിട്ടുണ്ട്. യെസ്. ഇതേതാ വഴി? അവിടെ കോയിനൊക്കെ ഇരിക്കണ്ടല്ലോ, അങ്ങോട്ട് പോകണം. അയ്യോ ഇത് അടിയത്തെ നിലയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം. ആ സാധനം വരുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാണ്ട്. അതിൻ്റെ ടക്ക് എന്നുള്ള ശബ്ദം എന്തോ മുറികൊക്കെ നടക്കണ സൗണ്ട് പോലെയൊക്കെ. എന്തായാലും നമുക്ക് ഈ ബട്ടൺ അമർത്താം. പക്ഷേ മറ്റേ സൗണ്ട് വരുന്നു ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി മുകളിലേക്ക് പോകണോ ഇനി അതോ പുറത്തേക്ക് പോകണോ? എന്ത് ചെയ്യണം? ലിഫ്റ്റ് ഓർ ഡോർ. നമുക്ക് ലിഫ്റ്റ് എടുക്കാം. അത് വരുന്നുണ്ട? ഇല്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഓക്കെ സോ ബട്ടൺ അവിടെ അമർത്താം. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കൂടെ മുകളിലേക്ക് പോകാം. കുഴപ്പമില്ല എന്ന് വിചാരിക്കണു. അത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ സെറ്റ്. അമർത്തിക്കോ. കുഴപ്പമില്ല. ഇതാ മറ്റേ സംഭവം ഒന്ന് അടഞ്ഞു. നമുക്ക് നേരെ നമ്മൾ മുകളിലേക്ക് പോവാണ്. നമുക്ക് മുകളിലേക്ക് പോകട്ടോ. മറ്റേ വാതിൽ തുറന്ന് ഇനി വീണ്ടും മുകളിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. പതുക്കെ പോയാൽ മതി. പതുക്കെ വരാം. അയ്യോ ഓട് മോളിക്കോ. വായിലോർക്ക് ഈ പൊട്ടനാണെങ്കിൽ ലാഗേഷാണ്. മോളിക്കോ. നടക്ക്. കാലില്ല ഇനി ഇവന്. നടക്കടാ, സ്പീഡിൽ നടക്ക. അയ്യോ ഇതിനൊക്കെ ആരെവിടെ കൊണ്ടിട്ടാ മാറും അങ്ങോട്ട്. അവിടെ എന്താ പട്ടി നായ പൂച്ച എൻ്റെ ശില്പുണ്ട്. ഈ വലിപ്പ് ഇനി തുറക്കാൻ പറ്റുമില്ല. അയ്യോ എന്തൊരു കഷ്ടം. ഇതാരാ ഇത്? ഇപ്പോൾ കണ്ണടച്ചാ? എന്തൊക്കെ തന്നെ ആയാലും ആ സാധനം വന്ന് ആ സ്കെൽട്ടൻ വന്നൊന്ന് പേടിപ്പിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ല തത്തമ്മേനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനൊക്കെ ആരാകും ഇങ്ങനെയൊക്കെ പൊട്ടിച്ചാൽ? ബൈ ദ വേ ഇവിടൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശരി, ഇത്ര നേരം ഞാൻ കുഞ്ഞിരിക്കുമായിരുന്നു അല്ലേ. ഞാനും വിചാരിക്കും എന്താ എനിക്ക് ഓടാൻ പറ്റാത്ത, ഞാൻ എന്താ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ നടക്കണേന്ന്. ഇതാരുടെ സൈക്കിള്? ഹായ് മതി. ഒരു സൈക്കിൾ കണ്ടപ്പോഴേക്കും അവരുടെ ആകാംക്ഷ കണ്ടില്ലേ. അയ്യോ അതേത് ശബ്ദം? ആരുടെ ചെവിയിൽ സംസാരിക്കണം? ഓടിക്കോ മോൾക്ക് നേരെ പോയിക്കോ. വെറുതെ വന്നു. എന്ത് സാധനമാവോ? ബൈ ദ ബൈ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. ഓക്കെ സോ നമുക്ക് അടുത്ത പാട്ടിൽ വരാം. നമ്മുടെ റംബിൾ ക്ലബ്ബൊക്കെ ഇനിയും വരുന്നുണ്ട്. ഓക്കെ സോ അതിൻ്റെ ഇടയിലൊന്ന് ഹൊറർ ഗെയിമൊന്നും നട്ടുന്നേ ഉള്ളൂ. ഓക്കെ സോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ